നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വരുന്ന ഡിസംബർ മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള നിർണായകമായ കൂടിക്കാഴ്ച അടക്കമുള്ള സന്ദർശന പരിപാടിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ നവംബർ മാസം 10-ാം തീയതി ദില്ലിയിൽ ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനം നടന്നതിന്റെ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയതായി അല്ലെങ്കിൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലടക്കം ദില്ലി ബ്ലാസ്റ്റ് കാരണമാണ്, ദില്ലിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ വേണ്ടത്ര സുരക്ഷ കിട്ടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വാർത്ത പാടെ തള്ളുകയാണ് ചെയ്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഇന്ത്യയുടെ സുരക്ഷയിൽ വലിയ വിശ്വാസമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ എത്താത്തതിന് കാരണം സുരക്ഷാ കാരണങ്ങളാലല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഈ വർഷം തന്നെ ഇത് 3-ാമത്തെ തവണയാണ് ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കുന്നത്. നമുക്കറിയാം, ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇറാൻ എന്ന രാജ്യത്തിനെതിരെ അവർ ആക്രമണം നടത്തി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം നടക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിങ്ങനെയുള്ള സകലമാന ഭീകരവാദികളും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു വലിയ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിനിടയിൽ നടക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, സജീവമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ രാഷ്ട്രതലവന് അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്രകൾ നടത്താൻ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അത് ഇന്ത്യയുടെ സുരക്ഷയുമായി, ഇന്ത്യയിൽ ലഭ്യമാകുന്ന സുരക്ഷയുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് പല സുരക്ഷാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. 2018 ശേഷം അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ സുരക്ഷയിലുള്ള വിശ്വാസക്കുറവല്ല എന്ന് വ്യക്തമാണ്. മാത്രമല്ല, 2 പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാത്തത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതിൽ ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സുരക്ഷാ ഭീഷണി തന്നെയാണ്. ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ച ആളുകളെ, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒക്ടോബർ 17-ാം തീയതി നടന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ ആക്രമണം ആസൂത്രണം ചെയ്ത ആളുകൾ, അവർ ലോകത്തിന്റെ ഏതു ഭാഗത്ത് പോയി ഒളിച്ചാലും അവരെ ഞങ്ങൾ വേട്ടയാടിയിരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള ചില വേട്ടയാടലുകൾ നടത്തിയിട്ടുമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇറാന്റെ അകത്ത് കടന്നിട്ടാണ് ഹമാസിന്റെ പല തീവ്രവാദികളെയും ഇസ്രായേൽ വകവരുത്തിയത്. എന്തിനേറെ പറയുന്നു, ഖത്തർ ആക്രമിച്ചു പോലും, ഖത്തറിൽ ആക്രമണം നടത്തിയിട്ട് പോലും ഹമാസ് ഭീകരവാദികളെ വധിക്കാൻ മൊസാദും ഇസ്രായേലും ഒക്കെ ശ്രമിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഓപ്പറേഷനുകൾ നടത്തുന്ന ഒരാൾ, അതായത് മൊസാദ് ഖത്തറിനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അത്രേ. മൊസാദിനെ വകവയ്ക്കാതെ, മൊസാദിനെ അനുസരിക്കാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുകയും അത് പാളിപ്പോവുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അത്രമാത്രം കടുംപിടുത്തമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിടുന്നുണ്ട് പല ഭീകരവാദ സംഘടനകളും. ഇദ്ദേഹം ഇസ്രായേലിന് പുറത്തേക്കൊന്ന് കടന്നു കിട്ടാൻ പലരും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മൊസാദ് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പഴുതുപോലും മൊസാദ് കാണാതെ പോകുന്നില്ല. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വൻമതിൽ തന്നെ നെതന്യാഹുവിന് ഒരുക്കിയിരിക്കുകയാണ് മൊസാദ് എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ സംഗതികളെ പോലും മൊസാദ് ഭയപ്പെടുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ മൊസാദ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് അടക്കമുള്ള പല വിദേശ യാത്രകളും, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യാത്രകളും മുടക്കുന്നത് മൊസാദാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ചില ആഭ്യന്തര പ്രശ്നങ്ങളും കൂടിയുണ്ട്. 2019 പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്ത് ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് കൈക്കൂലി വാങ്ങുക, വിശ്വാസവഞ്ചന നടത്തുക, തട്ടിപ്പ് നടത്തുക എന്നീ കുറ്റകൃത്യങ്ങളെല്ലാം ചുമത്തിക്കൊണ്ടുള്ള ഒരു ഗുരുതരമായ കേസാണ് നെതന്യാഹുവിനെതിരെ രാജ്യത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു. ഇപ്പോൾ ആ കേസ് വിചാരണ ഘട്ടത്തിലാണ്. ആഴ്ചയിൽ 2-3 തവണയാണ് വിചാരണയ്ക്ക് വേണ്ടി നെതന്യാഹു കോടതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രി വിചാരണയെ നേരിടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ
പ്രത്യേകിച്ചും ഈ നിർണായക ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കാൻ ഈ കേസ് കാരണം അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിഭാഷകരുമെല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കേസിൽ എനിക്ക് മാപ്പ് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാപ്പപേക്ഷ ഇസ്രായേൽ പ്രസിഡന്റിന് നൽകിയിരിക്കുകയാണ്. അതായത് ഈ കേസ് രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവരും നെതന്യാഹുവിനെ എതിർക്കുന്നവരും. ഈ സമയത്ത് അങ്ങനെയൊരു എതിർപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവിഷൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സകലമാന ഭീകര സംഘടനകളും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്നൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഇങ്ങനെ എനിക്കെതിരെ കേസ് പറഞ്ഞ് എനിക്കെതിരെ കേസ് നടത്തി രാജ്യത്തെ വെറുതെ വിഭജിക്കരുത്. അതുകൊണ്ട് ഈ കേസിൽ ഞാൻ കുറ്റമേറ്റുകൊള്ളാം, എനിക്ക് മാപ്പ് തരണം എന്നാണ് ഇപ്പോൾ നെതന്യാഹു പ്രസിഡന്റിന് എഴുതിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒരു കത്ത് കൈമാറുന്നു. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ വക്കീൽ വിശദമായ കേസിന്റെ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് പ്രസിഡന്റിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ കത്തുകൾ പ്രസിഡന്റ് അവിടുത്തെ നിയമ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ കേസ് അവസാനിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ കേസടക്കമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ മൊസാദ് സൃഷ്ടിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ, ഇതെല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യാത്ര നീട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും സുരക്ഷാ കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യയിലെ സുരക്ഷയുടെ കുറവ് കൊണ്ടൊന്നുമല്ല, ദില്ലി ഭീകരാക്രമണം തന്റെ യാത്രയെ ബാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.